രാമച്ചാമിയല്ലേ അത്? മകള് മരിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പോയതല്ലേ? രാമച്ചാമി പോയിട്ടിപ്പോ 3-4 ദിവസമായല്ലോ. എങ്ങനെയാ രാമച്ചാമിയുടെ മോള് ചത്തേ? അത് തന്നെത്താൻ ചത്തതാണെന്നോ ഇനി കെട്ടിയമ്മ കൊന്നതാണെന്നോ ആർക്കറിയാം? ഈ രാമച്ചാമിയുടെ മകളെ ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. അതൊരു വല്ലാത്ത കഥയാ. 10-18 കൊല്ലം മുമ്പ് തോട്ടത്തിൽ പണിക്ക് വന്നു ഒരുത്തൻ രാമച്ചാമിയുടെ മോളെ പഴിപ്പിച്ചു. നാട്ടാര് സംഗതി അറിഞ്ഞപ്പോ അവള് രായ്ക്ക് രാമാനം അവന്റെ കൂടെ വിളിച്ചുകൂടി. അവൻ രാമച്ചാമി നാടൊട്ടുക്ക് മോളെ അന്വേഷിച്ച് നടന്നു. ഒരു പിടിയും കിട്ടിയില്ല. എന്താ ചെയ്യുക? മതി, അവിടെ നിർത്ത്. പാവോളെ അപ്പൂപ്പന്റെ കൈ പിടിച്ചു. പതുക്കെ പതുക്കെ. പാവോളെ. ക്ഷീണിച്ച മോളെ. അതാ നമ്മളെ വീട്. വാ. ഇനി അതൊക്കെ ആലോചിച്ച് ചേച്ചി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണമ്മ, ഇത് നമ്മുടെ കനകമ്മയുടെ മോളാ മുത്ത്. എങ്ങനെയാ സംഭവം? കൊന്നതാ. എന്റെ മോളെ ചവിട്ടി കൊന്നു. ആ ദുഷ്ടൻ 18 കൊല്ലം കണ്ണീര് കുടിപ്പിച്ചിട്ട് അരയിപ്പിച്ചിട്ട് അവൻ എന്റെ മോളെ കൊന്നു. എന്നിട്ട് പോലീസ് വന്നു? പോലീസ് വന്നിട്ട് എന്താ കാര്യം? എനിക്ക് എന്റെ മോള് പോയില്ലേ? ഒരു കണക്കിന് നന്നായി. മോളുടെ വിഷമങ്ങളെല്ലാം തീർന്നല്ലോ. അവക്കിനി ഒന്നും അറിയണ്ട. നടക്ക്. നടക്കല്ലേ? ഞാൻ കളിക്കട്ടെ. നടക്ക നടക്ക്. എങ്ങടേ പോണേ? പറ്റത്തി സൂക്ഷിച്ച് കളിക്കാം. കളയരുത് കളയരുത്. സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല. ഇല്ലില്ല, ഒന്നുകൂടെ കളിക്കട്ടെ ഒന്നുകൂടെ കളിക്കട്ടെ. അല്ലേ ഒന്നുകൂടെ കളിക്കാം. നോക്കിയോ? എന്റെ അമ്മോ! അമ്മോ, ആഹാ, എത്തിയ ഇടേൻ.
മാമന്റെ വീട്ടിലൊരു പെണ്ണ്, അതേതാ? അത് മുത്ത്, മാമന്റെ മരിച്ചുപോയ മകൾ കനകമ്മയുടെ മോള്. കനകമ്മയെ കൊണ്ടുപോയ ആ ദുഷ്ടൻ അവളെ ഇട്ട് കഷ്ടപ്പെടുത്തുകയല്ലായിരുന്നോ? അയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടായിരുന്നു അത്രേ. എന്തു നല്ല കുട്ടിയായിരുന്നു കമലമ്മ. കളിയും ചിരിയായിട്ട് ഇവിടെയൊക്കെ തുള്ളിച്ചാടി നടന്നത് ഇപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരിക. ഓരോ ആണുങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയിട്ടിപ്പോ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാ? പാവം. മുത്തിന്റെ അച്ഛൻ അയാളെ പോലീസ് പിടിച്ചോണ്ടുപോയി കൊലക്കുറ്റത്തിന്. എന്താടി വാതോർക്കാൻ ഇത്ര താമസം? ആരാടി അടുത്ത്? അനാവശ്യം പറയരുത്. തർക്കുത്തരം പറയുന്നോടി പുല്ലേ. ഞാൻ എന്ത് ചെയ്തു? എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാടി. എന്താ മോളെ? എന്താ മോളെ? ആ സാരല്ല, മോളല്ല സ്വപ്നം കണ്ട് പേടിച്ചതായിരിക്കും. വാ, അമ്മമ്മയുടെ അടുത്ത് വരണോ? വാ, നീ വാ, വാ, മോള് വന്നു. വാ വാ വാ. മുത്തേ, മുത്തേ, വാ. വാ. ഇതാണ് അമ്മു. ഇവള് മഹാകാന്താരിയാ. എന്നാലും പാവാ, നിനക്ക് പറ്റിയ കൂട്ടാ. അമ്മുവിന് ഒത്തിരി കൂട്ടുകാരികളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മു മോളെ, മുത്തിന് ഇവിടെ ഒന്നും പരിചയമില്ലല്ലോ. നീ അവക്ക് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ ബംഗ്ലാവിലോട്ട് പോവാ. മുത്തിവിടെ ആദ്യമായിട്ട് വരല്ലേ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ കാണുന്നില്ലല്ലോ. മുത്തിന്റെ അമ്മ സുന്ദരിയാണെന്ന് എന്റെ അമ്മ പറയാറുണ്ട്. എന്റെ അമ്മ പാവ. എന്നും കള്ളു കുടിച്ചു വന്ന അപ്പൻ അമ്മയെ തല്ലും. അയാള് ചീത്തയാ. വേറെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടായിക്ക്. എനിക്ക് അയാളെ ഇഷ്ടമല്ല. കാന്താരി, നീ ഇവിടെ ഇരിക്കുകയാണോ? നിന്റെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. തകൃതിയായ മീൻ പിടുത്തവാ. ഇതെന്റെ അണ്ണനാ, പേര് കണ്ണൻ. ഇവിടുത്തെ ഫാമിൽ ആടിനെ മേയ്ക്കുന്ന പണിയാ. വാ. അയ്യോ അത് നമ്മുടെ കേക്ക് വരുന്നു. ആ മല കണ്ടോ? അതിനപ്പുറത്തൊക്കെ നല്ല ഭംഗിയാ കാണാൻ. ഇവിടെ നിറയെ കുരങ്ങന്മാരാ. സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഈ കല്ലുണ്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? ഇത്തരം പക്ഷികൾ ഇവിടെ ഒരുപാടുണ്ട്. ഒക്കെ ഞാൻ കാട്ടി തരാവേ. ഇനി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വാ വാ വാ.
എന്താ എന്താടാ എന്താടാ പൂങ്കുഴി? വാ. പേരറിഞ്ഞിട്ട് എന്തിനാ നിനക്ക്? നമ്മുടെ കൂട്ടത്തിലോട്ട് ചേർക്കട്ടെ? ചേർത്തോ എന്റെ അടുത്തുള്ള വെള്ളത്തിലൊന്നും ഈ ചേർത്ത് വേണ്ട. നിന്നോടും കൂടാ. ഇരിക്കടാ. ഇവൻ രാജാമണി, പൂങ്കോഴിന്ന് വിളിക്കും. ഇവന്റെ പേര് വാറുണ്ണി. വാറുണ്ണിയല്ലേക്ക് വയറുണ്ണി. അത് ശരിയാ, എത്ര തിന്നാലും മതി വരില്ല. ഇത് മണിസ്വാമി. രജനീകാന്താന്ന വിചാരം. ആ പോസിലാ നടപ്പ് നോട്ടമൊക്കെ. ഇവൾ ലക്ഷ്മി, പാറ്റേന്ന് വിളിക്കും. ഇവന്റെ പേര് ഗുരു. കള്ള അഭ്യാസങ്ങൾ മുഴുവൻ ഇവന്റെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. ചേച്ചി ഞങ്ങളുടെ കൂട്ടത്തിൽ വാ. ഒരുപാട് തമാശകളുണ്ട്. മരം കയറ്റം, പുഴയിൽ പോയി ചൂണ്ടയിടുക, മലയിൽ പോയി തേനെടുക്കുക. എന്താണ് ഇന്നത്തെ പരിപാടി? കേക്കട്ടെ. ഹായ് അപ്പു. വിളഞ്ഞ വിത്തുകളാ എല്ലാം. വർത്താനം പണി നിൽക്കാണ്ടത് വേഗം ആട്ടെ. കടമ്പേ ഒന്ന് ഉത്സാഹിച്ചില്ലേ? ഇത്തവണ പതിര് കുറവാ ഇല്ലേ കൊച്ചാപ്പി? അതേ മൂപ്പ. മൂപ്പനിന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എനിക്ക് എന്റെ ചെറുമോളെ കിട്ടിയടി, അതിന്റെ സന്തോഷത്തിലാ. ജോലിയൊക്കെ പിന്നെ പണി കിടക്കട്ടെ. ചേച്ചി ഒന്നോട് പറയേച്ചി. ശരി പറയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് തോമ. അപ്പോ ഇതോ അറിയോ നിനക്ക്? അറിയില്ല. അത് തോമയുടെ അപ്പൻ. അതെങ്ങനെ? വീരമണി മാമ കുടിച്ചിട്ട് വരില്ലേ? അതുപോലെ തന്നെ തോമയുടെ അപ്പനും കുടിച്ചിട്ട് വരുന്നു. നീ ഒന്ന് പോടാ. അയ്യോ നാക്കിയാന്നതാ, അതങ്ങ് മറന്നുപോയി. ശരി ചേച്ചി പറ. എല്ലാരും സുല്ലാണ്. ഇത് തോമ. അപ്പോ ഇത് ആട് തോമ. ഇനി വേറെ കഥ പറ. ഞാൻ ഉത്തരം പറ. ഇനി ചേച്ചി പറ. ശരി. കൊക്ക ഒറ്റക്കാലം നിൽക്കുന്നത് എപ്പോഴാ? ഞാൻ പറയാം. ഉറങ്ങുമ്പോ അല്ല, ഉണരുമ്പോ. മീൻ കൊത്തി എടുക്കുമ്പോ. മഴ പെയ്യുമ്പോ. എല്ലാരും തോറ്റല്ലോ. കൊക്ക ഒറ്റക്കാലം നിൽക്കുന്നത് മറ്റേ കാല് പൊക്കുമ്പോ. അടുത്തത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. 1 4 4. 1 4 4. അപ്പോ 24. ഇതാ ഇത്ര വലിയ കഥ. 24 അല്ല, ഇമ്മനെ വലിയ 4. നിന്റെ വയറ് പോലെ. എല്ലാരും സുല്ലല്ലേ? ഉത്തരം കേട്ടോ. 1 4 4. 24 പിന്നെ എഴുന്നേക്കണം.
ഏതാടി നീ? അങ്ങനെ അങ്ങ് പോയാലോ? പറഞ്ഞിട്ട് പോയാ മതി. അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ പെണ്ണേ. എന്റെ സ്വഭാവം മാറ്റരുത്. ചോദിച്ചതിന് മറുപടി പറ, എന്നിട്ട് പോയാ മതി. എടി, ശംഖു, മുത്തിന്റെ കൈ നോട്. ശംഖുന്റെ വയസ്സിലൊന്നും മുത്തിനോട് വേണ്ട. ഇതാരാണെന്നറിയോ? രാമസ്വാമി മാമന്റെ ചെറുമോളാ. സാരമില്ല മുത്തേ, ശംഖു ആളറിയാതെ ചെയ്തതാ. ആരാണെന്നോ ഏതാണെന്നോ അറിയാതെയാണോ ആദ്യമേ കണ്ട പെൺകുട്ടിയെ കൈ കയറി പിടിച്ചത്? അത് വഴി വെച്ച് ഇതൊന്നും ആട്ടമല്ല. അയ്യോ, സാരമില്ല മുത്തേ, ആരോടും പറയണ്ട. വളയെല്ലാം പൊട്ടിച്ചു, കൈ മുറിഞ്ഞു. ഇയാൾ ആരാ? അതാണ് ശംഖു. ഭയങ്കര വഴക്കാളിയാ, ആരെയും വക വയ്ക്കത്തില്ല. ഞാൻ പേടിച്ചു പോയി. ഇയാളെ അമ്മുന് പേടിയില്ലേ? ഏയ്, എനിക്ക് പേടിയില്ല. ഇങ്ങനൊരാൾ കൂടെ ഉണ്ടെങ്കിൽ ആരെയും പേടിക്കണ്ടല്ലോ. വാ. ഒരു കുപ്പി കൂടെ. നീ ഇപ്പൊ എന്താ കാണിച്ചത്? നക്കി. നിന്റെ പേരല്ലേ ചോദിച്ചേ? നീ ഇപ്പൊ എന്താ കാണിച്ചതെന്നാ ചോദിച്ചേ? ഇയാൾക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? ആരെന്ത് പാട്ട്? ഒരു പാട്ട്. ഒന്നാമത് നിനക്ക് ആസ്മയും വലിയൊക്കെ ഉള്ളതാ. പിന്നെ വെറുതെ എന്തിനാണ് അത് വലിച്ചു കയറ്റുന്നത്? തനിക്കിപ്പൊ എന്നെ പറ്റി ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഓ, പാടാലോ. ആ, പാട്. ആത്മവിദ്യാലയമേ വലിയ ആത്മവിദ്യാലയമേ. ചേട്ടനെന്താ തുടങ്ങുന്നില്ലേ? അതെ, എന്റെ കൂട്ടുകാരൻ വന്നിട്ട് വേണം കുടിക്കാൻ. വൈദ്യര് വന്നോളൂ. ചേട്ടൻ എടുക്കട്ടെ. വയറിന് തീരെ സുഖമില്ല. അതേ വന്നല്ലോ. വൈദ്യർക്ക് 100 ആയുസ. എത്ര നേരമായി ഞാൻ കാത്തു കുത്തിരിക്കുന്ന അറിയാവോ? നീ എവിടെ പോയിരുന്നു? ഉന്നെ നാൻ സന്ധിപ്പേൻ നാനായിരത്തിൽ ഒരുവൻ. നീ അതെത്ര വൈകിയത്? ഞാൻ മനഃപൂർവ്വം താമസിച്ചതാ. അതെന്താ? ഇന്ന് വേണ്ടാന്ന് കരുതി. ദേ പിന്നെയും വലിച്ചു എന്റെ പണ്ടാരം. ഇതുവരെ താനില്ല ഞാൻ കഴിച്ചിട്ടുണ്ടോ? കൊച്ചനെ, നമ്മുടെ റേഷൻ കൊണ്ടുപോവാ. എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അത് പറ്റില്ല, അത് പറ്റില്ല. ഒരു കുപ്പി കള്ളു കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. തനിക്ക് എന്ത് പറ്റി? വേണ്ട, എന്റെ ചെറുമോള് വന്ന ദിവസമാ, അതിന് സന്തോഷത്തില. അത് നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കല്ലോ വേണ്ടത്. ഇനി ഞാൻ പഴയതുപോലെ നടന്നാ ശരിയാവില്ല. ശരി ശരി ശരി. ഒരു കുപ്പി കള്ളു കുടിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല എന്ന് ഞാനല്ലേ പറഞ്ഞത്? ഇത് പിടി. വേണ്ട വേണ്ട വേണ്ട, ഇത് കുടിക്കണോ? ഇന്നത്തോടെ നമുക്ക് നിർത്താം. കുടി കുടി. കുടി. മുത്തേ, മുത്തേ, മക്കളെങ്കി വാ. പലഹാരങ്ങളാ. കൊണ്ടുപോ മക്കളെ, മക്കളെ കൊണ്ടുപോ, കൊണ്ടുപോ. അപ്പൂപ്പ വാങ്ങിച്ചു തരും. അപ്പൂപ്പൻ മക്കൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോ, കൊണ്ടുപോ. എന്റെ മോക്ക് അപ്പൂപ്പ എല്ലാം വാങ്ങിച്ചു തരും. കാണാമോ? കാണാമോ? മൂക്കൊക്കെ വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ. എന്താ? ഞാനിതൊക്കെ നിർത്തി. ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സത്യമായിട്ട് നിർത്തിയേ. ഇന്ന് പിന്നെ വീരമണി നിർബന്ധിച്ചപ്പോ ഒരു ഇത്തിരി കുടിച്ചു. ഇത്തിരി. അതെ അതെ, രണ്ടാൾക്കും ഓരോ കാരണങ്ങളുണ്ട് ദിവസവും കുടിക്കാനായിട്ട്. പിന്നെ നമ്മുടെ മോളെ കിട്ടിയ സന്തോഷം. മോളെ വാ, ഇങ്ങ് വാ. നമ്മുടെ മോക്ക് വാങ്ങിച്ചതാണ്.
കോൾ അടിച്ചില്ലടി. ആ എന്റെ മോൾ അകത്ത് പോയി ഇട്ടുകൊണ്ട് വാ. അപ്പൂപ്പനൊന്ന് കാണട്ടെ. പോ കാണട്ടെ. എന്തു പറ്റി? ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. സ്നേഹിക്കാൻ ആരുമില്ലായിരുന്നു നമുക്ക്. കനകമ്മ തിരിച്ചു വന്ന അനുഭവമല്ലേടി. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നിനക്കില്ലേ സന്തോഷം? എനിക്ക് കാണാം നിന്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു ഉത്സാഹം. ഒറ്റ ദിവസം കൊണ്ട് നീ അങ്ങ് ചെറുപ്പമായതുപോലെ. അടുത്ത് പാടി അപ്പോഴൊന്ന് കാണട്ടടി. എന്റെ മുത്തായത് മക്കളി, എന്റെ മുത്തൊരു രാജകുമാരിയെ പോലുണ്ട്. ചുമ്മാ നാക്കട്ടെ അതൊന്നും പറഞ്ഞ എന്റെ കൊച്ചിനെ കണ്ണു വയ്ക്കാതെ. ഒരമ്മ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന തന്റെ മകനെ പറ്റി അധ്യാപകനോട് പരാതി പറയുകയാണ്. വീട്ടിൽ പണം എവിടെ വെച്ചാലും അവൻ എടുക്കും. അപ്പോൾ അധ്യാപകൻ ഇനി അവന്റെ സ്കൂൾ ബാഗിൽ വെച്ചാൽ മതി. പിന്നെ അടുത്തത്, 2 മദ്യപാന്മാർ തമ്മിൽ. നിങ്ങൾ എന്നും ഇങ്ങനെ വൈകി വീട്ടിൽ ചെന്നാ ഭാര്യ ശണ്ട കൂടില്ലേ? എനിക്ക് ഭാര്യയില്ലല്ലോ, എന്നാ പിന്നെ നേരത്തെ വീട്ടിൽ പോകരുതോ? അപ്പൻ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മ. ആ കുടിച്ചു കൂത്താടി വഴിയിലെങ്ങാനും കിടപ്പുണ്ടാവും. ബോധം തെളിയുമ്പോ താനെ വന്നോളും. എന്നാലും ഇത്ര വൈകാറില്ലല്ലോ. പറ്റിയ കൂട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. രാമസ്വാമി ഓരവരെ പെൺമയിലേ എന്നെ കാതലിയേ എന്നെ കാതലിയേ എന്നെ കൊഞ്ചം അപ്പാ അപ്പാ വീടെത്തിയോ? അപ്പൊ ഇത് തൊഴുത്താ. വീടെത്തണമെങ്കിൽ ഇനി നടക്കണം. വാ. വീടങ്ങോട്ട് മാറിയോടി? അതെ, വീട് നടന്നോണ്ടിരിക്കാം. അപ്പൻ അങ്ങോട്ട് നടക്ക. എന്നാ ഒരു കാര്യം ചെയ്യ, വീടിങ്ങോട്ട് കൊണ്ടുവരാൻ പറ. നിന്റെ അമ്മയുടെ ദേഹത്ത് എന്താടി ഇത്രയധികം രോമം? വെളി ഉണ്ടായിട്ട് വേണ്ടേ മക്കളെ അതിനെ തിരിച്ചറിയാൻ? എടേ നിന്നെ 10-15 വയസ്സുവരെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നീ ഇപ്പൊ എന്നെ നടക്കാൻ പഠിപ്പിക്കുന്നോ? നീ വീഴാതിരിക്കണമെങ്കിൽ എന്നെ കയറി പിടിച്ചോളാം. ഞാനാ ശംഖു. നിനക്ക് എന്താ വേണ്ടേ? നീ ആ കഥ തുറക്ക്. എന്നോട് ചോദിച്ചിട്ടില്ലേ നിനക്ക് എന്താ വേണ്ടെന്ന്? എനിക്കെന്താ വേണ്ടെന്ന് നിനക്കറിയാലോ. നീ എന്ത് വിചാരിച്ചു എന്നെ കുറിച്ച്? എടാ, ആരോരുമില്ലാത്ത നീ ഈ താഴ്വാരത്തിൽ കുട്ടിക്കാലം മുതൽ വളർന്നത് എനിക്കറിയാം. പ്രായപൂർത്തിയാകും മുമ്പ് അച്ഛനമ്മമാർ മരിച്ചുപോയെന്നെ ഇവിടുത്തെ പിശാചുകൾ നശിപ്പിച്ചു. എന്റെ സ്ഥിതി നിനക്കറിയില്ല. ഈ താഴ്വാരത്തിൽ ഞാൻ കൂലിവേല ചെയ്ത് ജീവിച്ചോട്ടെ. ഈ വരാന്തയിൽ ഒരു പായ ഞാൻ നിനക്ക് വേണ്ടി വിരിക്കാം. പക്ഷെ ഈ പെങ്ങൾക്കൊരത്താണിയായി എനിക്കൊരു തുണയാകുമെങ്കിൽ മാത്രം. ഞാനിടതേ
പരവേട്ട കടുപ്പത്തിൽ ഒരു ചായ. ചായ. അയ്യോ, ഇതിലൂടെ അടിവാരം മൊത്തം കാണാലോ. അതെല്ലാം എടുക്കും ജാനു. ഇപ്പോഴത്തെ എല്ലാം അങ്ങനെയാ. അവൾക്കിപ്പോ പഴയ നോട്ട് പിടിക്കാതായി. അതെങ്ങനെയാ? മുതലാളിമാരുടെ കയ്യിൽ നിന്നും ചൂട് മാറാത്ത നോട്ടല്ലേ കിട്ടുന്നത്. പെണ്ണായ ചൂടാറാത്ത നോട്ട് തന്നെ കിട്ടും. എടാ നാറികളെ, നാണമില്ലേ ഇത് പറയാൻ? അവള് പാറമടയിൽ പോയിരുന്ന് രക്തം വിയർപ്പാക്കി ഉണ്ടാക്കുന്ന കാശായത്. അല്ലാതെ നിന്നെയൊക്കെ പോലെ ഞാനൊന്നും പറയുന്നില്ല. എന്റെ മോളെവിടെ? അയ്യോ, എന്റെ മോളെ ഒന്നും ചെയ്യരുതേ. നായന്റെ മോളെ ഞാൻ പോയപ്പോ ഒരു പൊക്ക് പോയാണെന്ന് കൊണ്ടുപോലടാ. നീ എനിക്കുണ്ടായവളാണെങ്കിൽ നിന്നെ കൊണ്ടേ ഞാൻ പോകും. സാരല്ല മോനെ, വേദന മാറണ്ടേ. തിരിഞ്ഞെടുക്ക്, തിരിഞ്ഞെടുക്ക്, പതുക്കെ. ആ പയ്യെ. കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്റെ മോനെ ഒന്ന് സഹായിക്കാൻ? കുരുത്തം കൂടി, അല്ലെങ്കിൽ ആ മഹാഭാവി എന്റെ മോനെ കൊന്നു കളഞ്ഞേനെ. എന്റെ മോനെ വേദനിക്കണ്ട, അനങ്ങാണ്ട് കിടന്നാ മതി. ആ മോള് വാ. വല്ലാതെ വേദനിച്ചു അല്ലേ? സാരമില്ല. ഞാൻ കാരണം കരയണ്ട, മുത്തിന് വേണ്ടിട്ടല്ലേ. ചോദിക്കാനും പറയാനും ഈ താഴ്വാരത്ത് ആണുങ്ങളുണ്ടെന്ന് അറിയട്ടെ. இந்த தடிவில தெரியுமாடா உனக்கு? அண்ணே, ഇതിനൊരു 10,000 രൂപ. மீதி உன் அப்பம் கொடுப்பாரு. ஜாக்கிரதையா பாத்துக்கோடா, நான் உடம்ப தேத்துட்டு வரேன். ആരാത്? நான் தான் பழனி. கதை துற.
ஊருகாரு பாக்குறதுக்கு முன்னாடி துற. നിങ്ങളോട് പോയല്ലേ പറഞ്ഞത്? போகவா? எனக்கு கோபம் வர்றதுக்கு முன்னாடி கதவை துறடிங்க. இறங்கி போடா பட்டி. ஏய், இது உன் மனைவியா? நீ வந்த மாதிரி தான் நானும் வந்திருக்கு. சும்மா இல்லடா, துட்டு கொடுத்திருக்கு துட்டு. ஓ, இறங்கி போடா. நெட்டி வரி. போடா. അമ്മു നിക്ക്, ഞാനും വരുന്നു. വാ. ഈ കണ്ണേട്ടൻ എവിടെ പോയി? കണ്ണേട്ടാ, അവിടെ കാണും. ഇത് എന്നും ഇങ്ങനെയാ, കാണത്തേയില്ല. കണ്ണേട്ടാ, എനിക്ക് വയ്യ. കണ്ണേട്ടാ, എവിടെ പോയി? വാ, നമുക്ക് അവിടെ നോക്കാം. അയ്യോ, ഞാൻ പേടിച്ചു പോയി. പേടിച്ചോ? ആ, പെമ്പിള്ളേരായ പേടി വേണം. ആ, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. പിടിക്ക. ഇവിടെ ഉണ്ടോ നോക്കി. അപ്പൊ പേടിക്കാനും അറിയാല്ലേ? എന്താ എന്താ കണ്ണേട്ടാ? ഒന്നുമില്ല, കപ്പയ്ക്ക് ചൂട്. ആ, അത് ശരി. അപ്പടിത്താനാ? ഞാൻ ഇപ്പൊ മറിക്കും. മറിക്കട്ടോ? അയ്യോ, അയ്യോ, അതെ താഴെ. കളിക്കില്ലേട്ടോ. എന്താടാ? കേറി കേറി കേറി. മുത്തേ, മുത്തേ, മുത്ത് ഇവിടെ വന്നോ? ഇല്ലല്ലോ. എന്താ? അല്ല, അവള് വീട്ടിലില്ല. മഴയും വരുന്നല്ലോ. മുത്തേ, 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 മുത്തേ. എങ്ങനെയാ പഠിക്കുന്നത്? ഞാനില്ലേ കൂടെ? അതല്ല, അപ്പൂപ്പൻ തിരക്കുന്നുണ്ടാവും. മഴ നോട്ടെ, നമുക്ക് പോവാം. ഞാനൊരു പാവ, എന്നെ ഇട്ടിട്ട് പോമോ? എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം. എന്താ പറ്റിയത്?
എന്താ മോളെ എന്താ ഉണ്ടായത്? മോള് പറ, എന്തുണ്ടായ? മോള് വരേണ്ട, മോള് വരേണ്ട, എന്റെ മോള് വരേണ്ട. എടോ വൈദ്യരെ, ഇങ്ങോട്ട് ഇറങ്ങി വേണോ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എവിടെയോ എന്റെ പുന്നാര മോൻ, അവനെ ഇങ്ങോട്ട് വിളിക്കേ. എനിക്ക് അവനെ കാണേണ്ടത്. എന്താ സ്വാമിയുടെ കാര്യം? അവനെ ഇങ്ങോട്ട് വിളിക്കോ. എടാ, നിനക്ക് ലോഹ്യം കൂടാൻ എന്റെ മകളെ മാത്രമേ കണ്ടുള്ളൂ അല്ലേ? കാര്യം എന്താന്ന് പറയണോ സ്വാമിയെ? ചോദിച്ചു നോക്ക് എന്റെ മകനോട്. എന്റെ മുത്തിന് എന്തെങ്കിലും സംഭവിച്ച ഒന്നുകളയുമല്ലാത്തിനെയും ഞാൻ. അതിനിപ്പോ ഇവൻ അവിടെ എന്ത് ചെയ്തെന്നാ? വൈദ്യരെ, ഇന്നലെ വരെ ഈ 2 വീട് ഒന്നായിട്ടാ ഞാൻ കണ്ടത്. ഇനി അത് വേണ്ട, 2ആയി തന്നെ കണ്ടാ മതി. എന്റെ മുത്ത് പാവ, അവളെ പിഴപ്പിച്ചാലുണ്ടല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതല്ലേടി? ഇന്ന് ഇന്നലെ തുടങ്ങിയതാണോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? അയാളുടെ മോളെ ഇപ്പം പിഴപ്പിച്ചെന്ന് ഇവൻ ഞാൻ പറയുന്നത് കേക്കപ്പാ. ഞാൻ ആരെയും പഴിപ്പിച്ചിട്ടില്ല. മുത്ത് പാവാപ്പാ. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണവളെ. അവളെ ഞാൻ പഴിപ്പിക്കുവോ? ഞങ്ങൾ സ്നേഹിച്ചു പോയി. അവളെ സ്നേഹിച്ചത് തെറ്റാണെങ്കിൽ കൊല്ല്, തല്ലി കൊല്ലപ്പാ. ഞാൻ ആരെയും പഴിപ്പിച്ചിട്ടില്ല. ഞാൻ പഴിപ്പിച്ചിട്ടില്ല. നമ്മുടെ മോൻ എന്താ ഒരു കുറവ്? നമുക്ക് ഇതൊന്ന് ആലോചിച്ചൂടെ? കണ്ണാ, നീയൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല, എനിക്ക് വേണ്ട. എന്തു പറ്റി മോനെ? ആരോടാ നിന്റെ ഈ വാശി? എടാ മോനെ, ഓർക്കാപ്പുറത്ത് കിട്ടിയ നിധി പോലെയാ അവർക്ക് മുത്ത്. അവക്കൊരു പോറലേക്കുന്നത് പോലും അവർക്ക് സഹിക്കാനാവില്ല. ആര് പോറലേൽപ്പിച്ചു? ഞാനോ? അമ്മേ, മുത്ത് പാവമ്മേ. എനിക്ക് അവളെ ജീവനാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, അത് തീർച്ചയാ. കരയാതെടാ. എന്താ കാര്യം? അവിടെ നിന്നാ മതി, ഈ മുറ്റത്ത് കാല് കുത്തണ്ട. എന്താ? എനിക്ക് തന്റെ വീട്ടിൽ വന്നൂടെ? അത് പണ്ട്. ഞാൻ പറയുന്നൊന്ന് കേക്കടോ. ഒരു കാര്യവും കേക്കണ്ട, കേട്ടതൊക്കെ മതി. എന്തിനാ സ്വാമിയാരെ നമ്മൾ തമ്മിൽ ഈ ആവശ്യമില്ലാത്ത വഴക്കും വാശിയൊക്കെ? ആവശ്യമില്ലാത്തത് അത് തനിക്ക് മനസ്സിലാവില്ല. തനിക്കുണ്ടല്ലോ ഒന്ന്. എന്നാലും ഞാൻ പറയുന്നത് കേക്ക്. വാ, വാടോ. ദേ, ഞാൻ പുള്ള എന്ത് ചെയ്യുന്ന താനീ പറയണേ? മുത്തിനെ കണ്ണനിഷ്ടാ, അവൾക്ക് അവനെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നടത്താം. അല്ലെന്ന് വെച്ചാ ഇപ്പൊ പറ, ഞാൻ ദേ പൊക്കോളാം. അതിന് അവള് സമ്മതിക്കണ്ടേ? അത് അവളോട് ചോദിക്കേ. എന്നാണെങ്കിലും നമ്മുടെ മുത്തിനെ ഒരുത്തന്റെ കൂടെ അയക്കണം. എന്നാ പിന്നെ അവക്കിഷ്ടമാണെങ്കിൽ ഇത് മനസ്സ് പിടിച്ചിരുന്നാ മട്ടും പോതുമിടാ. അങ്ങനെ തിടീന്ന് എനിക്കൊരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റൂല. ആലോചിക്കണം. ഇന്നിപ്പോ ആലോചിക്കാൻ എന്തിരിക്കുന്നു? എന്നാ പിന്നെ അവളെ വിളിച്ച് ചോദിക്കേ. മുത്തേ, 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 നിനക്ക് കണ്ണനെ ഇഷ്ടാ? പറ മോളെ. എടോ, അവരെ വിഷമിപ്പിച്ചിട്ട് നമുക്കെന്ത് നേടാനാ? അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. കണ്ണനെ ചെറുപ്പം മുതലേ തനിക്കറിയാലോ. അവൻ കുഞ്ഞല്ലേ,
അവന്റെ വിഷമം കാണുമ്പോ ഞാനും ഒരച്ഛനല്ലേ? ഇക്കൊല്ലത്തെ ഉത്സവത്തിന് തമ്പുരാൻ വരുമ്പോ നമുക്കതങ്ങ് നടത്താം. നമുക്ക് ഇറങ്ങിട്ട് വരാം അല്ലേ?
എന്താ വേണ്ടേ? കണ്ണന് ഇഷ്ടമുള്ള എന്തെങ്കിലും മതി. ആ അത് പറ്റില്ല. മുത്ത് പറ എന്താ വേണ്ടത്? ശരി പോ എടുക്കട്ടെ. കുഴപ്പമില്ല പാകം. കൊള്ളാം. ഇനി കണ്ണ മുത്ത വിശക്കുന്നോ? വാ നമുക്കെല്ലാം കഴിക്കാം. ഇവിടെ എന്താ വേണ്ടേ? ഇവിടെ പൊറോട്ടയും കോഴിക്കറിയും. പിന്നെ വേറെ എന്താ ഉള്ളേ? ബോണ്ടയുണ്ട്. ആ എനിക്ക് ബോണ്ട മതി. ആ ഇങ്ങനത്തെ കഴിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലുണ്ട്. ആ അല്ലടാ ഒന്നാമത് അതാ കറക്റ്റ്. നീ ഇവിടെ നിൽക്കാം. ഒന്ന് കടന്നോട്ടെ. വേറെ ആട്ടെ. നാരായണ, എന്റെ കള്ളപ്പണിയൊന്നും വേണ്ട, നല്ല വൃത്തിയായിട്ട് ചെയ്യണം. ശരി ശരി. ഗ്രാമോത്സവം വരികയല്ലേ, ഇക്കൊല്ലം പൊടി പൊടിക്കണം. ഇക്കൊല്ലം എന്താ അത്ര പ്രത്യേകത? അതൊക്കെ ഉണ്ടടോ. അതറിഞ്ഞില്ലേ? ഇക്കൊല്ലത്തെ ഉത്സവത്തിന് നമ്മുടെ മൂപ്പന്റെ കൊച്ചുമോളുടെ കല്യാണ. ആരാ ചെക്കൻ? ചെക്കൻ നമ്മുടെ വൈദ്യരമൻ കണ്ണൻ. വെറുതെ അല്ല ഇക്കൊല്ലത്തെ ഉത്സവം കേവമാക്കണമെന്ന് പറഞ്ഞത്. പണി കിടക്കട്ടെ നാരായണ, വാചകമൊക്കെ പിന്നെ. തമ്പുരാനി കൊല്ലം നേരത്തെ വരുവാ മൂപ്പ? ആ, ഉത്സവത്തിന് 2 ആഴ്ചക്ക് മുമ്പേ വരുന്നതല്ലേ പതിവ്. അത് ഇതുവരെ തെറ്റിച്ചിട്ടില്ല. കുറെ പോലെ ക്ഷണിക്കാൻ ആളെ വെച്ചിട്ടുണ്ടല്ലോ. വരട്ടെ, നിങ്ങളുടെ പണി ചെയ്യേ. മൂപ്പ ചായ. ശരി, ഞാൻ വന്നേക്കാം. ഉപ്പ, തമ്പുരാൻ ഇക്കുറി ഉത്സവത്തിന് വരില്ല. എന്താ എന്താ പ്രശ്നം? തമ്പുരാൻ കിടപ്പിലായി. കൂടുതലാ. ആശുപത്രിയിലാണെന്നാ കേട്ടത്. അതൊരാള് വരുമെന്നാ അറിഞ്ഞത്. തമ്പുരാൻ ഇക്കൊല്ലം ഉത്സവത്തിന് വരില്ല എന്ന്
തമ്പുരാനില്ലാതെ ഉത്സവം നടത്തുവോ? അങ്ങനെ ചരിത്രം കേട്ടിട്ടില്ല. അപ്പഴേക്കും അല്ല ഉത്സവം ഇല്ല. അല്ല, തമ്പുരാൻ വന്നില്ലെങ്കിലേ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? പകരം ആരെങ്കിലും വരുമായിരിക്കും. ആരാ അപ്പൂപ്പ ഈ തമ്പുരാൻ? മുത്തേ, തമ്പ്രാനാണ് നമുക്കെല്ലാം. തമ്പുരാൻ വന്നില്ലേ ഉത്സവം നടക്കില്ലേ അപ്പൂപ്പ? അങ്ങനെ പറയല്ലേ മുത്തേ. തമ്പ്രാൻ ഉത്സവത്തിന് വരുന്നതല്ല, ആണ്ടുതോറും നമ്മുടെ ക്ഷേമം അറിയാനും നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാനും പതിവ് തെറ്റാതെ തമ്പ്രാനെത്തും. ആ സ്നേഹം കൊണ്ടാടുന്നതാണ് ഈ ഗ്രാമത്തിലെ ഉത്സവം. അല്ലാതെ തമ്പ്രാൻ ഉത്സവത്തിന് വരുന്നതല്ല. ഉപദേശിക്കേണ്ടവരെ ഉപദേശിക്കും, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കും, ഗ്രാമവാസികളുടെ മംഗളകർമ്മങ്ങൾ നടത്തിക്കൊടുത്ത് അനുഗ്രഹിക്കും, ജോലിയും കൂലിയും പുതുക്കി നിശ്ചയിക്കും. എല്ലാം കഴിഞ്ഞേ തിരിച്ചു പോകൂ. അപ്പൊ ഇക്കൊല്ലം ഉത്സവം ഉണ്ടാവില്ലേ? മംഗളകർമ്മങ്ങളൊന്നും നടക്കൂലേ? മനസ്സിലായി മനസ്സിലായി. തമ്പുരാൻ വന്നാലും ഇല്ലെങ്കിലും എന്റെ മുത്തിന്റെയും കണ്ണന്റെയും കല്യാണം ഈ അപ്പൂപ്പ നടത്തി തരും. പാത്രം പാല് വാങ്ങിക്കണോ? നാളെ വാങ്ങി. ഹലോ, ഇനി കാണണം. ഞങ്ങൾ ഇവിടെ ഉണ്ട്. അല്ല, ഇക്കൂട്ടത്തിൽ ആരാ കൊച്ചു തമ്പുരാൻ? ഞങ്ങളൊക്കെ തമ്പ്രാക്കന്മാരാ. താനീ പെട്ടിയൊക്കെ എടുത്തു പോയി. അയ്യാ, അങ്ങോട്ടൊക്കെ നോക്കണ. നല്ല തീർത്ത സ്ഥലമല്ലേ? നമുക്ക് 2 ദിവസം നിന്നിട്ട് പോയാ. എനിക്കെന്തോ ഒരു പേടി പോലെ. തമ്പുരാന്റെ മനസ്സിൽ അങ്കപ്പെട്ടതാ. ഇവരെ കണ്ടിട്ട് മനുഷ്യ പറ്റില്ലാത്തവരെ പോലെ തോന്നുന്നു. തമ്പുരാനയച്ചെന്നല്ലേ പറഞ്ഞത്? ഉം. തമ്പുരാന്റെ മക്കളോ കൊച്ചുമക്കളോ വല്ലവരായിരിക്കും. വന്നപ്പോ ഉടനെ തന്നെ അവർക്ക് കള്ളു വേണം, കോഴി വേണം, എന്തൊക്കെ വേണമെന്ന് ആർക്കറിയാം. കണ്ടാല് മുട്ടാളന്മാരാൻ തോന്നുന്നു. നീ കണ്ടോ? പാല് കൊണ്ടുവരുമ്പോ എന്നിട്ട് എനിക്ക് ഒട്ടും പിടിച്ചില്ല അപ്പൂപ്പ. അമ്മമാരുടെ നോട്ടവും പെരുമാറ്റവും ഈ ചീത്ത ആൾക്കാരെ പോലെ. ഉത്സവം കഴിഞ്ഞാ അവര് പൊയ്ക്കോളുമല്ലോ. നമ്മൾ എന്തിനാ വെറുതെ പേടിക്കുന്നത്? തലയോട് മാറ്റി നോക്കട്ടെ. അങ്ങോട്ട് നോക്ക്. നമ്മുടെ വല്യമ്പുരാന്റെ ചെറുവാനാ. കൊച്ചുമ്പുരാൻ മതിക്കുന്നു. എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇങ്ങോട്ടാ വേണം. ഞാൻ നിങ്ങളെയൊക്കെ നേരിൽ കണ്ട് പരിചയപ്പെടാൻ ഇറങ്ങിയതാ. എല്ലാവർക്കും ക്ഷേമല്ലേ? നിങ്ങൾക്കൊക്കെ എന്ത് ആവശ്യമുണ്ടെങ്കിലും രാമസ്വാമിയോട് പറഞ്ഞാ മതി. കേട്ടോ മൂപ്പാ? ഇത് വെള്ളാൻ. ഇത് ചിരുത. നമ്മുടെ മല്ലന്റെ വാള. ഇത് ചിന്ന. ഇത് ചക്കി. അവിടെ ഇത് മരുതായി. ഇത് നമ്മുടെ മാണിക്യത്തിന്റെ അനിയനാ. വാ. എന്താ മുഖത്തെ കല! രാജലക്ഷണമല്ലേ? തമ്പുരാന്റെ തനി സ്വരൂപം കടഞ്ഞെടുത്തതുപോലെ. ആ പോക്കരികളുടെ കൂട്ടുകാരനല്ലേ? പിന്നെ അവന്മാരുടെ തുള്ളിലൊന്നും കൊച്ചുതമ്പുരാനെ കിട്ടൂല. അത് വേറെ കാര്യം. ആദ്യം കൊച്ചുതമ്പുരാന്റെ കൂടെ വണ്ടിയിലിരിക്കാൻ എനിക്ക് മടിയായിരുന്നു. അങ്ങനെ അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ. ഞാനും കുറച്ച് ആദ്യം മടിച്ചു നിന്നു. തമ്പുരാൻ എന്നെ പിടിച്ചു വലിച്ചു വണ്ടിയിൽ കയറ്റി ഒപ്പത്തിരുത്തി. വഴിയിൽ കണ്ടവരെ ഒക്കെ പരിചയപ്പെട്ടു.
ഞാൻ ആരെങ്കിലും പരിചയപ്പെടുത്താൻ വിട്ടുപോയെങ്കിൽ ഉടനെ കൈ ചൂണ്ടി ചോദിക്കും ആ നിൽക്കുന്ന വയസ്സായ ആൾ ആരാണെന്ന്. എന്റെ കണ്ണമ്മ സ്വാമിന്ന് വിളിക്കുന്നതൊക്കെ എത്ര എളിമയോടെയാണെന്നോ. ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നല്ല ആളാന്ന് തോന്നുന്നു. കണ്ണമ്മ ചുമ്മാതല്ല പണ്ടുള്ളവര് 10 ഗുണം 10 ഗുണം എന്നൊക്കെ പറയുന്നത്. തമ്പ്രാനില് ഞാൻ കണ്ട ഒരു വലിയ ഗുണം എന്താണെന്നറിയാവോ? അതെന്താ? പ്രായമായവരോട് വലിയ ബഹുമാനം. ഇന്ന് എത്രയാ സമ്മാനം കൊടുത്തത്? ബംഗ്ലാവിൽ വരുന്നവർക്കൊക്കെ കൈ നിറയാ സമ്മാനിക്കുന്നത്. നല്ല മനസ്സുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. ആ തമ്പുരാൻ ഈ താഴ്വാരത്ത് വന്നത് ഇവിടെ ഉള്ളവരുടെയൊക്കെ ഭാഗ്യമാ. ആടിന്റെ പുറകെ നടക്കുന്ന തെണ്ടി തൊട്ടാൽ നിനക്കൊരു കുഴപ്പമില്ല അല്ലേ? കടിക്കും അല്ലേ? കേറ്. ഏതാടാ അവൾ? നമ്മുടെ രാമസ്വാമിയുടെ കൊച്ചുമോളാ. നമ്മുടെ രാമസ്വാമിയുടെയോ? ആ എടുത്തു കുടിച്ചോ. നിന്റെ പട്ടച്ചാരായൊന്നല്ല, നല്ല ഫോറിനാ, സ്വയംപൻ. ഇവൻ ആള് കൊള്ളാമല്ലോ, തീ വിഴുങ്ങി. അവക്ക് തന്തയും തള്ളയും കൂടെപ്പിറപ്പൊന്നുമില്ലേ? ഇല്ല, രാമസ്വാമിയും കെട്ടിയോളും മാത്രമേ ഉള്ളൂ. ശങ്കു, ശങ്കു, ഇന്നലെ കണ്ണട്ടിനോട്ട് വഴക്കുണ്ടാക്കിയല്ലേ? എന്താ കാര്യം? ഞാൻ അറിഞ്ഞു. എന്തിനാ ശങ്കു ഇങ്ങനെ റൗഡി വിളിക്കാൻ പോകുന്നേ? അതെന്താ സൗകര്യം, നീ ആരാ ചോദിക്കാൻ? ഞാൻ ആരും ആയിക്കോട്ടെ. ശങ്കുന് ആരോടാ ഈ വാശി വൈരാഗ്യമൊക്കെ?
ശംഖുവിന് ഒരിക്കലും ഈ റൗഡി വേഷം ചേരില്ല. റൗഡി ആകണമെങ്കിൽ ഈ രൂപം മാത്രം പോരാ, അതിനുള്ള മനസ്സും തന്റേടവും വേണം. എത്ര ശ്രമിച്ചാലും ശംഖുവിന്റെ മനസ്സിലെ നന്മ മൂടി വയ്ക്കാൻ പറ്റുമോ? എനിക്കോ നന്മ? എനിക്കറിയാം, ശംഖുവിന്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. റൗഡിത്തരമൊക്കെ ഉപേക്ഷിച്ച് ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കുമ്പോ ആ നല്ല മനുഷ്യൻ പുറത്തു വരും. എനിക്കോ? എനിക്കാര് പെണ്ണു വരടി? തന്തയില്ലാത്തവനല്ലേ ഞാൻ, ഏതോ തെണ്ടിച്ച് പിഴച്ചു പറ്റ ജന്തു. ഏത് പെണ്ണിനാ എന്നെ വേണ്ടത്? എനിക്ക് വേണമെങ്കിലോ? നല്ലവനായി ജീവിക്കുമെങ്കിൽ ഈ അമ്മ എന്നും കൂടെ നിൽക്കും. നീ ഓടി ഓടിവില്ലേ? എന്താ മുത്തേ വല്ലാതിരിക്കുന്നേ? എനിക്ക് എന്തോ ഒരു പേടി, ഒരു ആപത്ത് വരും പോലെ. എന്തിനാ പേടിക്കുന്നേ? ഏതായാലും ഈ ഉത്സവത്തിന് നമ്മുടെ കല്യാണം നടക്കല്ലേ? ഒത്ത് ഇതുവരെ ഉടുത്തു എനിക്ക് കഴിഞ്ഞില്ലേ? നേരെ ഒരുപാടായി. ആ നീ എന്തിനാ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഒരുങ്ങി പോരാ ഞങ്ങളുടെ കൂടെ? അപ്പൂപ്പനും മോളും പോയാ മതി, ഞാനെന്തിനാ വരുന്നേ? അല്ല, ഞങ്ങളുടെ കൂടെ പോരാഞ്ഞിട്ട് ഒരു പ്രയാസവും വേണ്ട എന്ന് വെച്ച് പറഞ്ഞതാ. കൊച്ചു തമ്പരം വിളിച്ചെന്നും പറഞ്ഞ് ഉടനെ ഉടുത്തൊരുങ്ങി പുറപ്പെടണമെന്നാ ഞാൻ ചോദിക്കുന്നത്. കണ്ടമ്മേ, വിവരക്കേട് പറയരുത്. തമ്പുരാൻ നമ്മളെ പേടിച്ചിട്ട് വിളിച്ചതല്ലോ, സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ. ഇതുവരെ ഇല്ലാത്ത സ്നേഹം ഇപ്പൊ കാണിക്കുന്ന എന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പൂപ്പനും അമ്മൂമ്മ വഴക്കിടണ്ട. ഞാൻ എന്താ വേണ്ടത്? ബംഗ്ലാവിലേക്ക് പോണോ അപ്പൂപ്പ? വേണ്ടെന്നാ ഞാൻ പറയുന്നു. അപ്പൂപ്പൻ പറയുന്നു പോണോന്ന്, അമ്മൂമ്മ പറയുന്നു പോണ്ടാന്ന്. ഞാൻ എന്താ ചെയ്യാ? എന്നാ ഒരു കാര്യം ചെയ്യാം, അപ്പൂപ്പന്റെ കൂടെ പാതി വരെ പോയിട്ട് തിരിച്ചു വരാം. അപ്പൂപ്പനെ ധിക്കരിക്കുന്നത് ശരിയാണോ? അപ്പൂപ്പൻ പാവല്ലേ അമ്മൂമ്മേ? അമ്മൂമ്മ പേടിക്കണ്ട, ഈ മുത്തമ്മക്ക് നല്ല ധൈര്യമാ. പോട്ടെ അമ്മൂമ്മേ. അപ്പൂപ്പ നമുക്ക് പോവാം. കനാമയുടെ എല്ലാ കുസൃതിയും ഇവക്കുണ്ട്. വാ. ഞാനിവിടെ നിൽക്കാം, അപ്പൂപ്പൻ പോയിട്ട് വാ. ആ കൊച്ചമ്പുരാൻ എന്ത് വിചാരിക്കും? വാ മോളെ. വാ. അല്ല, ഇതാര്? മുത്തോ? ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. അല്ല, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയട്ടെ? ചായ, കാപ്പി, ജ്യൂസ്? അപ്പൂപ്പ എനിക്കൊന്നും വേണ്ട. ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്. അല്ല, എന്നാലും അയ്യപ്പാ, വരുന്നേ. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. എടുക്ക. എന്റെ വായിൽ മുറുക്കാൻ, പിന്നെ കുട്ടിയോളാം. ശരി. മൂപ്പ, ഇത് മൂപ്പനും ഭാര്യയ്ക്കും ഉത്സവത്തിനുള്ളതാ. വാങ്ങിച്ചോളൂ. ഇത് മുത്തിന്. വാങ്ങിച്ചോളൂ. അപ്പൂപ്പ നിർബന്ധിച്ചുകൊണ്ടാ ഞാനവിടെ പോയത്. ബംഗ്ലാവിലെ കൊച്ചു തമ്പുരാനെ കണ്ടപ്പോ നിന്റെ അപ്പൂപ്പ മയങ്ങി. സന്തോഷായില്ലേ? കൈനിറയെ കിട്ടിയില്ലേ? എന്നാലും നിന്നെ ഇങ്ങനെ കരുതിയില്ല. നോക്ക്, എന്റെ ഈ നെഞ്ചിന്റെ ഉള്ളിൽ നീയുണ്ട്, എന്റെ മുത്ത്. നീ ആരോടും സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. മറ്റുള്ളവർ നിന്നെ നോക്കുന്ന പോലെ എനിക്ക് സഹിക്കാനാവില്ല മുത്തേ. അതിനിപ്പോ എന്താ ഉണ്ടായേ? കണ്ണൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ അപ്പൂപ്പന്റെ കൂടെ അല്ലേ പോയേ? ഒന്നും കാണാതെ ആരും ഒന്നും ചെയ്യില്ല മുത്തേ. നീ പാവാ, നിനക്കൊന്നും അറിയില്ല. അതുകൊണ്ട് എനിക്ക് പേടി.
കണ്ണ മരിക്കുന്നവരെ ഈ മുത്ത് കണ്ണന്റേതായിരിക്കും, കണ്ണന്റെ മാത്രം. ഇത് സത്യം. അതേ, കൊച്ചിയമ്പുരാൻ വിളിച്ചിട്ട് പോകാനൊരുങ്ങിയപ്പോ നീ എതിർത്തതല്ലേ? പോയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടുമായിരുന്നു. കാലം അത്ര നല്ലതല്ല. അതും ഇപ്പോഴത്തെ ചെറുപ്പക്കാര്. കൊച്ചു തമ്പുരാൻ വല്ല അവിവേകവും കാണിച്ചാ നമുക്ക് എതിർക്കാൻ പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ അവിവേകം ഒന്നും കാണിക്കൂല. ഒന്നുമില്ലെങ്കിലും വല്യമ്പുരാന്റെ പാരമ്പര്യമല്ലേ? വല്യമ്പുരാൻ തങ്കമല്ലേ? ആ, എന്നാ ഇതും തനി തങ്കവാ. ആ മോളെ മുത്തേ, മോളെ എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. തമ്പുരാൻ എന്ന മാല എവിടെ മക്കളെ? അത് ഞാൻ ഊരി വെച്ചപ്പൂപ്പ. ഊരി വെച്ചോ? എന്തിന്? അതെനിക്ക് ചേരില്ല അപ്പൂപ്പ. മോളത് ഇടുമോളെ, നല്ല ചന്തമുണ്ട് അല്ലേ? അല്ല, നല്ലപ്പ ഇട്ടതുകൊണ്ടാത്. മോക്ക് ഇഷ്ടമല്ലെങ്കിൽ മോളത് ഉത്സവത്തിന് ഇട്ടാ മതി. എന്താ? എനിക്ക് തോന്നുന്നു ഇതൊന്നും വേണ്ടായിരുന്നു. എന്തിനാ വെറുതെ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത്? ഓ, ആൾക്കാര് അല്ലവൻ. ആരാണ്? നിക്കവിടെ. ഓരോ ശല്യങ്ങള്. എന്താ? ഞാൻ ശംഖുവിനൊരു ശല്യല്ലേ? എന്ത് ശല്യവും ശംഖുവിന്റെ അടുത്ത് ഒരു കൈ അകലത്തിലേ നിൽക്കൂ. മനുഷ്യനെ സൂര്യം കെടുത്താൻ ഓരോ കാലമാടന്മാർ കയറി വരും. എനിക്ക് സഹായത്തിന് വന്നത് ഇപ്പൊ വേണ്ടാന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കാരണം ഞാനിവിടുത്തെ വായി തോന്നി പറയാതെ അകത്തേ പോ. പറഞ്ഞു കേട്ടില്ലേ? ഒരു ബീഡി പറയും. പൈസ പൈസ. അമ്മേ അമ്മേ, അയാൾ വീണ്ടും വന്നു. ആര്? ആ ദുഷ്ടൻ മുത്തിന്റെ അപ്പൻ. അയ്യോ, ഇനി എന്ത് ചെയ്യും? കണ്ണനും കൂടെ ഇല്ലല്ലോ. അയ്യോ അമ്മേ, ഇന്ന് അയാള് വലിയ ഒരുക്കങ്ങളോടെ ആവും വന്നിരിക്കുക. അപ്പൻ ഇവിടെ. അപ്പൻ എന്തെടുക്കാനാ? 10 പേരെ വിളിച്ചു കൂട്ടാനെങ്കിലും പറ്റുമല്ലോ. വിളിച്ചു കൂട്ടി വരുമ്പോഴേക്കും മുത്തിനെ കൊണ്ട് ആ ദുഷ്ടം പോകും. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യും? എന്താ എന്താ രാമസ്വാമി? എന്റെ മുത്തിനെ അവര് പിടിച്ചോണ്ട് പോയി. ആര്? അവിടെ തള്ളെ ചവിട്ടി കൊന്ന ആ ദുഷ്ടൻ. വാടാ.
ഗ്രാമത്തിൽ കാലെടുത്ത് കുത്തിയാൽ നിനക്ക് നടക്കാൻ കാലുണ്ടാവില്ല. പാവളെ പതുക്കെ. പേടിക്കണ്ട, ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. ശരി അമ്ര. ധൈര്യമായിരിക്കും, ഞാനില്ല ഇവിടെ. രാമസ്വാമി, ഞാനൊരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത്. എന്താ ഉച്ചമ്പ്ര? ഞാൻ പോകാത്ത രാജ്യമില്ല, പരിചയപ്പെടാത്ത ആളുകളില്ല. പക്ഷേ ഇവിടെ ഈ അടിവാരത്ത് വന്നപ്പോ ഇവിടെയുള്ള ആളുകളെയും നിങ്ങളെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊച്ചമ്പ്രാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് പറയാം, വളച്ചുകെട്ടില്ലാതെ പറയാം. മുത്തിനെ എനിക്ക് വേണം. മുത്തിനെ എന്റെ മണവാട്ടിയാക്കാൻ ഞാൻ തീരുമാനിച്ചു. മുത്ത്? അതെ, സംശയം വേണ്ട. വീരേന്ദ്ര ഗൌഡന്റെ ചെറുമോൻ മഹേന്ദ്രൻ താഴ്വാരത്തെ മൂപ്പന്റെ ചെറുമോളെ വിവാഹം കഴിക്കാൻ പോകുന്നു. കൊച്ചമ്പ്ര? അതെ മൂപ്പ. എന്താ വിശ്വാസം വരുന്നില്ലേ? ഈ ഉത്സവത്തിന് താഴ്വാരത്തെ കീഴ്വഴക്കമനുസരിച്ച് വിവാഹം നടക്കട്ടെ. രാമസ്വാമി പോയിക്കൊള്ളൂ. കണ്ണനുമായിട്ട് എല്ലാം എനിക്കറിയാം, അത് ആലോചിച്ചല്ലേ ഉള്ളൂ. ഇത് നിശ്ചയമാണ്. മൂപ്പം പോയിക്കോളൂ, പോയി വേണ്ട ചെയ്യൂ.
വെറുതെ വാശി പിടിക്കരുത്. വീട് കയറി വരുന്ന മഹാലക്ഷ്മി തൂത്തെറിയരുത്. വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. കണ്ണനെ മറക്കാൻ എനിക്ക് കഴിയില്ല. അണ്ണനെ കല്യാണം കഴിച്ചിട്ട് നീ എന്ത് നേടാൻ പോകുന്നു? ആയുസ്സുകാലം മുഴുവനും ആടിന്റെ മാടിന്റെ പറയാൻ നടക്കാം. നിനക്ക് എന്തെങ്കിലും ഒരു മേൽഗതി ഉണ്ടാവുമോ? വരാൻ പോകുന്ന ദുരിതങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഞങ്ങൾക്കോ വയസ്സായി. ഞങ്ങളുടെ കാലം കഴിഞ്ഞ നിന്നെ പിന്നെ ആരാ നോക്കുക? കണ്ണൻ, എന്റെ കണ്ണൻ എന്നും എന്റെ കൂടെ ഉണ്ടാവും. മോളെ, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും. ഇതുവരെ നീ കണ്ണനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് തോന്നുന്നതാ. അവനെ ഇന്ന് നിന്നോടുള്ള സ്നേഹം നാളെ ഉണ്ടായില്ലെങ്കിലോ? ഇല്ല, കണ്ണൻ എന്നും എന്നെ സ്നേഹിക്കും. എന്റെ കണ്ണൻ പാവ. മോളെ, അതൊക്കെ നിന്റെ മനസ്സിൽ തോന്നുന്നതല്ലേ? ഇത് തന്നെയാ നിന്റെ അമ്മയ്ക്കും പറ്റിയത്. ഇല്ല അമ്മമ്മേ, എന്റെ അപ്പനെ പോലെ കണ്ണൻ ഒരിക്കലും ദുഷ്ടനാവില്ല. ഇതിന് പറഞ്ഞാ മനസ്സിലാവില്ല. മോളെ, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാനാ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഇതുകൊണ്ട് എന്റെ ജീവിതം നന്നായില്ല അപ്പൂപ്പ. ആര് പറഞ്ഞു? ഈ താഴ്വാരം തമ്പ്രാക്കന്മാരുടെയാ. നമ്മൾ അവരുടെ ആശ്രിതരാ. കൊച്ചമ്പുരാനെ പിണക്കിയിട്ട് നമുക്ക് ഈ താഴ്വാരത്ത് ജീവിക്കാൻ കഴിയോ? നീ ഇങ്ങനെ വാശി പിടിച്ച അവനും ആപത്താ. അവനെ അവര് പട്ടിയെ കൊല്ലും പോലെ തല്ലിക്കൊല്ലും. അത് കാണണ്ടെങ്കിൽ അമ്മൂമ്മ പറയുന്നത് കേക്ക്. അങ്ങനെ വന്നാ കണ്ണനോടൊപ്പം ഞാനും ചാകും. മോളെ, കണ്ണനെ മറക്കാൻ എന്നോട് പറയാതെ അപ്പൂപ്പ. മോളെ, മുത്തേ. പിന്നെ എല്ലാം ദൈവം വിധിച്ച പോലല്ലേ നടക്കൂ. ഒരു ചായ. കണ്ണനെ കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന മട്ടുണ്ടല്ലോ. ഒന്ന് ടൗൺ വരെ പോയതാ. എന്താ വിശേഷിച്ച്? ഇവിടെ പുതിയതായിട്ടൊരു ഫോം തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന്റെ മുതലാളിയെ ഒന്ന് കാണാൻ പോയതാ. എന്താ പുതിയ കോള് വല്ലതും കിട്ടിയോ? എനിക്കൊരു വാച്ച്മാന്റെ പണി തരപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയതെന്താ? ഇത് അനിയത്തിക്ക് കുറച്ച് വളകളും റിബണും. അനിയത്തിക്ക് മാത്രമേ വാങ്ങുള്ളൂ? അല്ല, മുത്തിനും വാങ്ങി. ഓഹോ, അത് ശരി. ഈ വാച്ച്മാൻ പണിക്ക് നല്ല ശമ്പളം കിട്ടുവാണ്? ശമ്പളത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ആറിനെ കൊണ്ട് ഇനി കുന്നും കൂടി ഒന്ന് കയറി ഇറങ്ങണ്ടല്ലോ. അത് തന്നെ ഒരു ആശ്വാസം. എല്ലാ പെങ്കൊച്ചിന്റെ ഒരു ഭാഗ്യം. മുത്തേ, നീ എങ്ങോട്ട് പോന്നു? അമ്മമ്മേ, കണ്ണൻ. ഇപ്പൊ അവനെ കാണണ്ട. ഓ മുത്തെന്തിയ മാമി? എന്താ വേണ്ടേ? ഞാൻ ടൗണിൽ പോയിരിക്കായിരുന്നു. ഇതും മുത്തിന് വേണ്ടി വാങ്ങിയതാ. ഇനി നിന്റെ വളയും മാനയൊന്നും അവക്ക് വേണ്ട. അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും വേണ്ട. കൊച്ചുതമ്പുരാൻ മുത്തിനെ കല്യാണം കഴിക്കാൻ പോവാ. കണ്ണാ, പഴയതുപോലെ നീ മുത്തിനെ കാണാൻ വരരുത്. സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വേറൊരുത്തൻ മുത്തിന്റെ കഴുത്തിൽ താലിയിടാൻ ഞാൻ അനുവദിക്കില്ല. നോക്ക്, ഒച്ചയും വെള്ളം ഉണ്ടാക്കി നാട്ടുകാരെ കൂട്ടാതെ ചെല്ല്. എന്നെ ഇഷ്ടമില്ലെന്ന് മുത്ത് പറയട്ടെ, ഞാൻ പൊക്കോളാം. മാമ, മുത്തിനെ കൊച്ചുതമ്പുരാന് കല്യാണം കഴിച്ചു കൊടുക്കരുത്. അത് തീരുമാനിക്കാൻ നീ ആരാ? ഇനി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന കൊച്ചമ്പുരാനാ. മുത്തിന് ബംഗ്ലാവിലെ തമ്പുരാട്ടിയാ. കൊച്ചുതമ്പുരാൻ നിങ്ങളെയൊക്കെ വഞ്ചിക്കുക. അത് മനസ്സിലാക്കൂ നിങ്ങള്. മാമനും മാമിയും പണം കണ്ട് മോഹിച്ചു അല്ലേ? ഒരു മനസാക്ഷിയില്ലേ നിങ്ങൾക്ക്? ഇടാ, മനസാക്ഷി കൊണ്ടിരുന്ന വയർ നിറയോ? നിന്റെ പാട്ടിനിറങ്ങിപ്പോ. മോനെ, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം? ഇത്ര നന്ദികേട് കാണിക്കാൻ ആ തള്ളയ്ക്കും തന്തയ്ക്കും എങ്ങനെ തോന്നി? അവരെ കാശ് കൊടുത്ത് മയക്കിയിരിക്കുക ആ കൊച്ചുതമ്പുരാൻ. എന്തിനാ മറ്റുള്ളവരെ പറയണേ? ആ പെൺകുട്ടി നല്ലവളായിരുന്നെങ്കിൽ. അത് ശരിയാ, ആ തള്ളയുടെ മോളല്ലേ. ഇവിടെ ഇങ്ങനെ തൂണ് പോലെ ഇരിക്കാതെ ആ തന്തയുടെയും തള്ളയുടെ മുഖത്ത് നോക്കി 4 വാക്ക് പറയും മനുഷ്യ. അപ്പൻ അവിടെ ചെന്നിനെ ആവശ്യമില്ല ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഓടിയപ്പുറത്ത്. രാമസ്വാമി ചെയ്തത് എന്തായാലും ശരിയായില്ല. അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കൊച്ചുതമ്പുരാൻ മുത്തിനെ കല്യാണം കഴിച്ചാ രാമസ്വാമിക്ക് നല്ല കാലം ആയില്ലേ? മുത്തിനെ കണ്ണനെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് അങ്ങേര് അന്നേ വാക്ക് പറഞ്ഞിരുന്നല്ലേ? അത് ശരിയാ. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നതൊക്കെ പണ്ടായിരുന്നു. ഇന്ന് വാക്കിന് ഒരു വിലയില്ല. അതാ പുതിയ കാലം, മനസ്സിലായോ? കൊച്ചുതമ്പുരാനും കൂടെ കുറെ തെമ്മാടി പിള്ളേരും വന്നത് ഈ താഴാത്തിന് തീരാത്ത ശാപമായി. ഇതുകൊണ്ടൊന്നും ആയില്ല. കുറച്ചുനാൾ കഴിയുമ്പോ അറിയാം
ഈ താഴ്വാരത്തിൽ എത്ര തമ്പുരാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന്. ആ നിർത്ത്, ചർച്ച നോക്കാൻ മതി. ചായ കൂടി കഴിഞ്ഞ് ഒരു വേറെ സ്ഥലം വിട്ട്. ചേട്ടാ ഒരു ചായ എടുത്തേ. പറ്റിപ്പ കുറെ ആയി. എത്രയായി? കണക്ക് നോക്കിയില്ല. നിനക്ക് ചായ വേണ്ടേ? കടം തീർത്തിട്ട് മതി ഇനി ചായ. മോനെ, നിന്റെ ഈ തന്റെ ഇടം നല്ലതാ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും ഈ തന്റെ ഇടം നീ കാണിക്കണം. അതും വാക്കിൽ മാത്രം കാണിച്ചാൽ പോരാ. നല്ല ആരോഗ്യമുണ്ടായിട്ടും നീ എന്താ ഒരു ജോലിയും ചെയ്യാൻ നടക്കുന്നേ? ഇവിടെ ആരാ എനിക്ക് ജോലി തരാൻ ചേട്ടാ? ഞാൻ കുടുംബത്തിൽ പറഞ്ഞല്ലോ. ഈ ഒരു വിചാരം ആദ്യം നീ മനസ്സിൽ നിന്ന് കളയണം. എന്നിട്ട് സ്വന്തമായി ജീവിക്കാൻ എന്താ വേണ്ടതെന്നത് ആലോചിക്കണം. മോനെ, മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പറ്റാഞ്ഞ് യൂണിഫോം അടിച്ചു വെച്ച് പോകുന്ന ഒരു പഴയ പോലീസുകാരനാണ് ഞാൻ. 15 വർഷമായി ഇവിടെ ഈ അടിവാരത്ത് ചായക്കട നടത്തുകയാണ്. എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടി. രാമസ്വാമി, രാമസ്വാമി, ഡേ ഡേയ്, ഇറങ്ങി വാടാ. വാ എടാ, ഒരു മാതിരി പാർവൈ എടാ. ആണുങ്ങളായാൽ വാക്കിന് വ്യവസ്ഥ വേണം. വ്യവസ്ഥ. നീ കുടിച്ചിട്ട് ബഹളം വയ്ക്കാൻ വന്നിരിക്കുക? ആമാടാ, ഞാൻ കൊഞ്ചം സാപ്പിട്ട് ഇருக்கு, നിറയെ സാപ്പിട്ട് ഇருக்கு. ആ, എന്റെ മനസ്സിലെ വിഷമം തനിക്കറിയാവൂ. തന്റെ ചെറുമോളെ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് നമ്മളൊക്കെ കൂടി തീരുമാനിച്ചല്ലടോ. എന്നിട്ടിപ്പോ എന്താ താനൊന്നും മിണ്ടാത്തത്? ഒരു തന്തയ്ക്ക് പിറന്നവന് ഒറ്റ വാക്കേ ഉള്ളൂ. എടാ വീരമണി, എന്റെ വീട്ടിലൊന്ന് എന്റെ തന്തയ്ക്ക് വിളിച്ചാലുണ്ടല്ലോ. എന്നാ പെണ്ണുവിടാ, എന്നാ പെണ്ണുവേൻ. ഇനി നീ അനാവശ്യം പറഞ്ഞ എന്റെ സ്വഭാവം മാറും. എടോ, തന്റെ സ്വഭാവം മാറുമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അതിന് പറഞ്ഞറിയിക്കണ്ട. താൻ ഒരു മനുഷ്യനാണോ? എടോ, നമ്മൾ രണ്ടുപേരും എങ്ങനെ കഴിഞ്ഞിരുന്നവരാ? ഈ താഴ്വാരത്തിലുള്ളവർ പറഞ്ഞിരുന്നത് പോലെ മരിക്കുമ്പോഴും നമ്മൾ ഒരുമിച്ച് മരിക്കണമെന്നായിരുന്നു എന്റെ ഒരാശ. അതിനു വേണ്ടിയാണോ എന്റെ മോനെ കൊണ്ട് തന്റെ ചെറുമോളെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ട് താൻ വീരമണി, നീ ബഹളം വയ്ക്കാൻ പോ. ഞാൻ ബഹളം വെക്കും. ഈ താഴ്വാരം മുഴുവൻ നടന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയും. തന്റെ തനിനിറം ഇവിടെ ഉള്ളവരെന്ന് അറിയട്ടെ. എല്ലാവരുടെയും മുന്നിൽ രാമസ്വാമി നല്ല പിള്ളയായിരുന്നു. താൻ നല്ലവനല്ല, നാറിയാണ്, പരമനാറി. നോക്കി നിൽക്കാതെ ഇയാളെ കഴുത്തിന് പിടിച്ച് പുറത്താക്ക്. അത് വേണ്ട. കഴുത്തിന് പിടിച്ചാൽ വിവരം അറിയും. ഞാൻ വിവരം അറിയിക്കും. നല്ല ഊശിലുള്ള തന്തയ്ക്ക് പിറന്നവനാ ഞാൻ. ആരൊരിക്കൽ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബം ഒന്നല്ല രണ്ടാണെന്ന്. അതപ്പടിയേ ഇരിക്കട്ടോ. നാം വർത്തമാ. അവൻ കുടിച്ചു വെളിവില്ലാതെ എന്തെങ്കിലും പറയട്ടെ, നമ്മളൊന്നും ചോദിക്കാൻ പോണ്ട. നിങ്ങൾ ഇനി വന്നേ വന്നേന്നേ. മുത്തേ,
കൊച്ചു തമ്പുരാനുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിക്കണം, അല്ലെങ്കിൽ കണ്ണേറ്റിനെ അവർ കൊന്നുകളയും. എന്താ ഈ പറയണേ? നമ്മുടെ കണ്ണേറ്റിനെ ജീവനോടെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. എന്താ കണ്ണമ്മ, ഞാൻ ഒരു ദുസ്വപ്നം കണ്ടു. നീ മോളെ ഒന്ന് ശ്രദ്ധിക്കണം. ചെല്ലനെന്തിയേ? വേലയ്ക്ക് പോയി. അമ്മ ഇരിക്കാൻ. നീ വന്നേ. വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. മൂപ്പനി ഇരുന്നാട്ടെ. അതൊന്നും വേണ്ട. പിള്ളേരെയും കൂട്ടി നേരത്തെ തന്നെ അങ്ങ് എത്തണം. ഒരു 100 കൂട്ടം കാര്യങ്ങളാ. എല്ലായിട്ടും ഞാൻ തന്നെ വേണ്ടേ? മതി മതി, ഞാനോടത്തെ വയറ് വീർത്തു. തീർക്കട്ടെ. ഈ പ്രായത്തില് ആണുങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കണം. നല്ല ഉശിരുണ്ടാവണെങ്കിലേ വല്ലതൊക്കെ വയറ് നിറയെ തിന്നണം. ഞാനൊരു കാര്യം പറഞ്ഞ നീ എതിര് പറയരുത്. ജാനുവടുത്ത് എന്ത് പറഞ്ഞാലും ഈ ശങ്കു അനുസരിക്കും. ജാനുവടുത്ത് എനിക്ക് പെങ്ങള് മാത്രമല്ല, അച്ഛനും അമ്മയും എല്ലാമാണ്. നിർത്ത്. നീ ആ പാദത്തിൽ മുഴുവൻ തീർക്കാൻ നോക്ക്. മുത്തും കണ്ണനും ലോഹിത്തില. നീ എന്തിനാ അവനോട് വഴക്കിടാൻ പോയത്? നിനക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. ജാനുവടുത്ത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇതിനെന്തിനാ ദേഷ്യം പിടിക്കണേ? ലോകത്തിൽ നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. നീ ഒന്ന് സമ്മതിച്ചാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ജാനുവടുത്ത് എന്നെ ആരാ ഇഷ്ടപ്പെടുക? നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിലോ? അമ്മ തനിച്ചായല്ലോ. എന്നും കൂട്ടുകാരുണ്ടാവില്ലല്ലോ. മുത്ത് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം?
എല്ലാവരും കൂടെ നിർബന്ധിച്ചാ അവൾ എന്ത് ചെയ്യും? ശംഖുവിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നുല്ലേ? ആ, കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുക. ജോലിക്കൊക്കെ പോയി തുടങ്ങി. ഇനി അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം. വീടും കൂടി ഇല്ലാത്തവന് ആര് പെണ്ണു കൊടുക്കുമെന്നാ അവന്റെ ഒരു സംശയം. വീടില്ലാന്നരുത് വിഷമിക്കൊന്നും വേണ്ട. എന്റെ വീട് അവനാ. അവൻ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണിന് അവിടെ സുഖമായിട്ട് ജീവിക്കാം. കണ്ണനെ പുറത്തൊന്നും കാണാനില്ലല്ലോ. വീട്ടിലുണ്ട്. ചിലപ്പോ താഴ്വാരത്ത് എവിടെയെങ്കിലും ചെന്നിരിക്കും. തോന്നുമ്പോ വീട്ടിൽ വരും. സമയത്ത് ഭക്ഷണവും കഴിക്കില്ല, ആരോടും മിണ്ടേയില്ല. എന്താ ചെയ്യാ? അവൻ മുത്തിനെ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. അവൾക്കും അത്ര ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ അവന്റെ കൂടെ ഇറങ്ങി വരാമായിരുന്നു. ആ, ഞാൻ പോട്ടെ. മുത്തേ, നിനക്കും എന്നോട് വെറുപ്പാണോ? അയ്യപ്പാ, വരുന്നേ. മഹേന്ദ്ര, രാമസ്വാമിയുടെ ചെറുമകളെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതെന്തൊരു ചോദ്യമാണ്? തീരുമാനിച്ചു. ഇങ്ങനൊരു കല്യാണമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത്. വീരേന്ദ്ര ദേവകളുടെ ചെറുമോൻ മഹേന്ദ്രന്റെ വിവാഹം ലോകം അറിയണം. ഇതെങ്ങാനും വലിയ തമ്പുരാൻ അറിഞ്ഞാ ഇതിന് കൂട്ടുന്ന ഞങ്ങളെ വെടിവെച്ചു കൊല്ലു. എടാ വിഡ്ഢികളെ, ഇത്തവണ ഉത്സവത്തിന് അപ്പൂപ്പൻ വരില്ല. അതല്ലേ നമ്മൾ നേരത്തെ പോന്നത്. മഹേന്ദ്രന്റെ കല്യാണം ലോകമറിഞ്ഞ് നടക്കും. പിന്നെ ഇതോ? ഇത് മഹേന്ദ്രന്റെ ഒരു തമാശ കല്യാണല്ലേ? ഇവിടെ ഇല്ല. താഴ്വാരത്ത് എവിടെയെങ്കിലും കാണും. എന്താ കാര്യം? അത്യാവശ്യമായിട്ട് കാണണം. ചതി, മഹേന്ദ്രനും കൂട്ടുകാരും നമ്മളെ ചതിക്കുക. നീ എണീറ്റ് വാ. എങ്ങ് പോ. കൊച്ചു തമര നടത്താൻ പോണ തമാശ കല്യാണമാണ്. നിനക്ക് നിന്റെ മുത്തിനെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കേൾക്ക്. നീ പോ ശങ്കു, പോ. ഈ താഴ്വാരത്ത് ഒരു തമാശ കല്യാണം നടക്കാൻ പോവാ. അത് അനുവദിക്കാൻ പാടില്ല. ഞാനത് മുടക്കും.
ഇവിടുത്തെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. അടിച്ചു പൊളിക്കണം. എടാ, ഇവിടുത്തെ മനുഷ്യർ കളങ്കമില്ലാത്തവരാ. അതാ ഈ താഴ്വാരത്തിന്റെ മഹത്വം. ഈ പാവങ്ങളുടെ മനസ്സിലും പരിശുദ്ധമുള്ള ഈ മണ്ണിലും വിഷം കലർത്താൻ നോക്കരുത്. മേലിൽ നീ ഈ താഴ്വാരത്ത് കാലുകുത്തരുത്. ഇനി വരുന്ന ഉത്സവത്തിന് ഞാനുണ്ടായെന്ന് വരില്ല. ഞാൻ നിങ്ങൾക്ക് തന്ന സ്നേഹവും നീതിയും എന്റെ അനന്തര തലമുറകളിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാ എടുത്തുവാ. എവിടെ നിന്റെ പെണ്ണ്? ഇനി മുതൽ ഈ താഴ്വാരത്തിന്റെ അവകാശികൾ നിങ്ങളാണ്. നിങ്ങളുടെ നീതിയും വിധിയും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും ഇനി നിങ്ങൾ തന്നെയായിരിക്കും. ചതിയും വഞ്ചനയും ഇല്ലാണ്ട്
എല്ലാവരും സ്നേഹത്തോട് കഴിയുക. ശ്രേയസായിരിക്കട്ടെ. തമ്പ്ര